അപ്പോൾ നമ്മൾ 2 മുട്ട മറ്റേ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് 2 വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഒന്ന് ഇവിടെ 60 ദിർഹം വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വിലയുണ്ട് കേട്ടോ. 60 ദിർഹം പറഞ്ഞാൽ ഏകദേശം 1200 രൂപ. നമുക്കിവിടെ വെച്ചിട്ട് നമുക്കിതിനുള്ള ഉള്ളിയും ഇത് കരിഞ്ഞെടുക്കാം. നമ്മൾ ഇതിന് ഓംപ്ലേറ്റ് ആക്കി ഇത് വേറെ ഇതുണ്ട്. നമ്മുടെ നാടൻ മുട്ടയാണ്. നാടൻ മുട്ടൻ്റെ കോലം നോക്കി ഇതിൻ്റെ അടിയിൽ വെക്കുമ്പോഴേ ഇതാണ് നാടൻ മുട്ട. നാടൻ കോഴിമുട്ടയാണ്. കുറച്ച് ഉള്ളിയൊക്കെ എൻ്റെ നാടൻ മുട്ടൻ്റെ ഇതിന് വലിപ്പം കണ്ട. ഉള്ളി മതിയാവും. ഇത് നമുക്ക് കുറച്ച് പച്ചമുളക് അരിയാം. നമ്മൾ ആദ്യം അരിഞ്ഞ പച്ചമുളക് ഇതുണ്ടല്ലോ, അത് എരിവ് കുറവാണ്. ഇത്തിരി എരിവ് കൂടിയ പച്ചമുളകാണ്. നമുക്ക് മല്ലി ഇല കുറച്ച് വേണം. അതിൻ്റെ മൂടാണ്, അത് വേണ്ട. നമുക്ക് മുട്ട നമുക്കുണ്ടല്ലോ പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് നമ്മുടെ ഈ ബീഗറിനെ പൊട്ടിക്കാം. അപ്പോൾ നടുക്കൂടെ പൊട്ടിക്കാം. നമ്മൾ ഇത് പൊട്ടിക്കാതെ തുറന്നു കൊടുക്കുക. തുറന്നെടുത്ത് നമുക്ക് കൂട് കിട്ടും. ഇതിൻ്റെ ഓടുണ്ടല്ലോ അത് കിട്ടും. നമ്മളിത് സെൻറ്ററോട് പൊട്ടിക്കണം മാത്രം. വരാൻ തുടങ്ങി ലീക്ക്. ഒരു സംഭവമാണ് ശരിക്കത്. ഒരു പീസോടെ കൊണ്ട് നോക്കെടുക്കത്. എന്താണത്? ഒരു ബക്കറ്റാ. അതിൻ്റെ ഒരു പീസ് നമുക്ക് അതിനകത്ത് കൊണ്ടിട്ട് നമുക്ക് പതുക്കെ ചട്ട കൊണ്ട് എടുക്കുക. നമ്മൾ ഉള്ളി പച്ചമുളക് അരിഞ്ഞ് പോരാണ്ടാവോ? വലിയൊരു മുട്ടയാണത്. കടുത്തും കൂടി പൊട്ടിക്കാം. നമ്മുടെ കോഴിമുട്ട കാണുമ്പോൾ വളരെ കുഞ്ഞു മുട്ട പോലെ ഇരിക്കും. എന്തെങ്കിലും തോടിന് കട്ടി നോക്കിയാൽ ഇത്ര കനമുണ്ട് തോടിന്. തോട് വീഴാണ്ട് നമുക്ക്. വാവ്, അടിപൊളി. 1/2 ബക്കറ്റുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ ഉള്ളി സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വലിയ ഉള്ളി, എന്നാലും ഇത്ര ഉള്ളി വേണം. വലിയ ഉള്ളി, പച്ചമുളക് എല്ലാം ഇടാം. നമുക്ക് കുറേ ഉണ്ട് ഇതിനകത്ത്. മല്ലിയില കുറച്ച് നമുക്ക് ബാലൻസ് വയ്ക്കാം. ഇനി ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇവിടെ കുക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മുടെ നാട്ടിൽ ഉപ്പല്ല ഭയങ്കര കാഠിന്യമാണ് ഇതിന്. അപ്പോൾ എന്ത് കറി വയ്ക്കുമ്പോഴും ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപ്പിടുക, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകേണ്ട സാധ്യതയുണ്ട്. കുറച്ച് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാരണം എന്താ പറയുക, മുട്ടയിൽ മഞ്ഞൾപ്പൊടി ഇടണം നിർബന്ധമില്ല. പക്ഷേ ഈ മുട്ട ആയതുകൊണ്ട് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞൊരു 30 മുട്ട ഉടച്ച ഫീലുണ്ട് ഇതിന്. അത്രയുണ്ട് ഇതിന് സാധനം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. സാധാരണ മുട്ട പോലെ തന്നെ സംഗതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് നമുക്ക് ഇതിനെ ഓംപ്ലേറ്റ് ആക്കി എടുക്കാം. നമുക്ക് ചട്ടി വെച്ച് ഓംപ്ലേറ്റ്, ചീരച്ചട്ടി വെച്ച് ഓംപ്ലേറ്റ് നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഏത് രീതിയിൽ ഓംപ്ലേറ്റ് വരുന്നുള്ളത് നമുക്കറിയില്ല.
എണ്ണ എല്ലാം കൂടെ ആക്കാം. ചട്ടി ചൂടായി. ഇനി ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇത് വക്കൊപ്പില്ലാത്തതുകൊണ്ട് അതിങ്ങനെ പോവുകയാണ്. ഇവിടെ പിന്നെ ഇറക്കുവാണ്. എടുക്കട്ടെ. ഓക്കെ. റെഡി. നമുക്ക് മറിച്ചിടാനുള്ള വഴി നോക്കാം. കാരണം വിട്ടു വന്നിട്ടുണ്ട്, പക്ഷെ നൈസാണെന്ന് മാത്രം. നൈസ് ഓംലെറ്റായി. കാരണം ഈ ചീനച്ചട്ടി പരന്നതാണ്. നമുക്ക് ഫുള്ളായി മറിച്ചിടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് 4 പീസാക്കാം. നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. വാവ്, അടിപൊളി. നമുക്ക് ഒപ്പെടുത്ത് വരാം. പിടിച്ചിട്ടില്ല. നമുക്ക് 2-3 കൂടി ഇടാനുണ്ട്. 2 കൂടി ഉണ്ടാകുന്നുണ്ടാകും തോന്നുന്നില്ല. അത്രയും മുട്ടയുണ്ട് അതിനകത്ത്. നമുക്ക് 1-2 കൂടി വറുത്തെടുക്കാനുണ്ട്. സംഗതി വമ്പനൊരു സംഭവമാണത്. ഒന്നുകൂടെ, 1 അല്ല 2 എന്തായാലും ഒഴിക്കേണ്ടി വരും. അത്രയുണ്ട് വിഷയം തരും. ചട്ടി നിറഞ്ഞ് തുളുമ്പണം. ഇതിന് നമുക്ക് അങ്ങനെ റെഡിയാക്കി മറിച്ചിടാം. ഇവിടെ ലേശം ഉള്ളി കുറവുണ്ട് പോകാം. ചട്ടി നിറഞ്ഞ് തുളുമ്പിയിട്ടാണത്. ചട്ടി ഫുള്ളായിട്ടാണ്. അത് നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ട റെഡിയാക്കിയത്. 1 പീസ് അത് കളയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയൊക്കെ ഓംലെറ്റ് അടിച്ച് റെഡിയാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ ഉപ്പുണ്ടാന്ന് നോക്കിയാണേ നല്ല സൂപ്പറായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് കുറച്ച് വ്യത്യസ്തമായ ആളുകളാണ്. നേപ്പാളി സുഹൃത്തുണ്ട്, അതുപോലെ ഇത് നമ്മുടെ ഇന്ത്യയിൽ ബാംഗ്ലൂരിലെ ആളാണ്, അതുപോലെ ഇത് പാകിസ്ഥാൻ സുഹൃത്താണ്. അപ്പോൾ എല്ലാ ആളുകളും ഉണ്ട് ഇന്നിവിടെ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ. നമുക്ക് ടേസ്റ്റ് കുറച്ച് പൊറോട്ടയും നമ്മൾ മേടിച്ചിട്ടുണ്ട്. സൂപ്പറുണ്ട്. അച്ഛ ടേസ്റ്റ്. അയ്യോ സോറി, ഞാനിവിടെ ഇരുന്നപ്പോൾ ഹിന്ദി ആയിപ്പോയി. സൂപ്പറായിട്ട് എന്തായാലും ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് അല്ലേ. എങ്ങനെ എടുക്കാം ഒക്കെ പറയാം. അടിപൊളിയാണോ? ഞാനും ആദ്യമായിട്ട് കഴിക്കണം. അതെ, ഞാനെന്ത് ചോദിച്ചാൽ ആദ്യം ഇതെന്ത് ടേസ്റ്റ് ആണെന്ന് അറിയില്ലല്ലോ. सब लोग पहले खाता है, फर्स्ट टाइम है, हम भी फर्स्ट टाइम है, लेकिन अच्छा है, अच्छा है, टेस्ट भी अच्छा है, लेकिन ज्यादा इसमें, लेकिन महंगे वाला है, महंगा 50 रुपए लिए 60 अല്ലേ 60 दिरहम से ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ദുബായ് ഫിഷ് മാർക്കറ്റിൽ ഈ സാധനം അവിടെ എഗ്ഗ് വിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും. എന്നാലും വ്യത്യസ്തമായ ടേസ്റ്റാണ്. അപ്പോൾ വാങ്ങി പരീക്ഷിക്കാൻ പറയാനുള്ള കാരണം നല്ല പൈസ 60 ദിർഹംസാണ്, ഏകദേശം 1200 രൂപയോളായി. ഒരു പ്രാവശ്യം പരീക്ഷിക്കാം. അതെ, ഒരു പ്രാവശ്യം ഫുഡ് പ്രേമികൾക്ക് പരീക്ഷിച്ച് നോക്കാം. 2 മുട്ടയാണ് വാങ്ങിച്ചത്. അതെ, 2 മുട്ട വാങ്ങി
ഊരിപ്പെട്ട മുട്ടയാണ്ടിരിക്കും. ശരിക്കും 10-15 ആൾ കഴിക്കലേ 2 മുട്ട. ഒരു മുട്ട തന്നെ ശരിക്കും ഒരു 10-12 കോഴിമുട്ടന്റെ 12 പോരാന്നു അല്ലേ? അത് 15 കോഴിമുട്ടന്റെ അത്രയും വലിപ്പമുണ്ട്. അതെ, അതാണ്ട വിരുന്നുകാർ വരുമ്പോ ഒരു വെറൈറ്റി വിഭവം നമുക്ക് കൊടുക്കാം. പൈസ കാലോ ഓ ചോർത്ത് പൊറോട്ട ചോർത്ത് അണ്ടക്കാവും. അപ്പൊ എന്തായാലും ദുബായിൽ വന്നിട്ട് വ്യത്യസ്തമായ ടേസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റി. അപ്പൊ ഇതിനൊക്കെ ഏകദേശം ക്രെഡിറ്റ് ചെയ്യാൻ കണ്ട നൗഷാക്കൊക്കെ പുള്ളിയാണ് നമ്മൾ കൂട്ടുവന്നത്. അപ്പോൾ പുള്ളി ട്രാവൽസ് അൽസാദ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ തുടർന്ന് കിടിലൻ വീഡിയോ ഒക്കെ ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.